നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോഷ്ടിക്കാൻ ഭർത്താവിന് കൂട്ടുനിൽക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ ഇവിടെ മോഷ്ടിക്കുകയും ചെയ്യും. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും കൂടി കെട്ടിത്തൂങ്ങി ചത്തുള്ള. എന്താടാ ഇവിടെ? അല്ല, ഞാൻ എന്റെ മുറിയിൽ ഞാനില്ലാത്തപ്പോ നിനക്കെന്താണ് കാര്യമൊന്ന്? അല്ല, അത് പിന്നെ എന്റെ ഒരു ഫയല് കണ്ടില്ല. ഫയലോ? അല്ല, മൊബൈല്. നിന്റെ മൊബൈൽ എങ്ങനെയാടാ എന്റെ റൂമിൽ വരുന്നത്? അത് പിന്നെ നമ്മുടെ ഗൂഗിളെ ഗെയിം കളിക്കാൻ എന്റെ മൊബൈല് ചോദിച്ചു. നമ്മുടെ ഗൂഗിളല്ലേ, ഞാൻ ഫോൺ കൊടുത്തു, പിന്നെ കണ്ടില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, പിന്നെ ഏട്ടന്റെ മുറിയിൽ നോക്കിയേ. വിശ്വസിച്ചു? നീ പറഞ്ഞത് മുഴുവനും ഞാൻ വിശ്വസിച്ചു. സത്യമായിട്ടാ ഞാൻ പറയുന്നത്. എന്നിട്ട് നിനക്ക് മൊബൈല് കിട്ടിയോടാ? ഇല്ല. മൊബൈൽ എങ്ങനെയാടാ എന്റെ പണപ്പെട്ടിയിൽ വരുന്നത്? അയ്യോ, ഇത് പണപ്പെട്ടിയായിരുന്നോ? ഞാൻ വിചാരിച്ചു മൊബൈലായിരിക്കും. അയ്യോ ഏട്ടാ, മോഷ്ടിക്കാൻ വന്നിട്ട് കള്ളം പറയുന്നോടാ തിണ്ടി. ഏട്ടാ, കൊല്ലും ഞാൻ നിന്നെ. അയ്യോ, കള്ളൻ, എല്ലാവരും ഓടിവാ. എന്താടാ എന്താടാ എവിടെയാ കള്ളൻ? എവിടെയാ കള്ളനെന്ന്? ദാ നിൽക്കുന്നു നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ. ഇവനാ കള്ളൻ. ഈ വീട്ടിലൊരു കള്ളനുണ്ടെന്ന് എനിക്ക് മുൻപേ തോന്നി തുടങ്ങിയതാ. പക്ഷേ അതിവനാണെന്ന് എനിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല, യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനിവനെ കൈയോടെ പിടിച്ചു. ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണ, ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയത് തന്നെയാ. അത് കക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. എന്താ മനോജ് ഇത്? അവൻ പറയില്ല, അവന് പറയാൻ പറ്റില്ല.
ഇവൻ എന്റെ മുറി കയറി പണം മോഷ്ടിച്ചിരിക്കുക. എന്റെ ഗുരുവായൂരപ്പ, ഒരേ വയറ്റിൽ പിറന്നോരാ. വന്നിപ്പോ തമ്മി തല്ലാനും തല തല്ലി കീറാനും തുടങ്ങിയോ? എന്താടാ ഇതൊക്കെ? തക്ക സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ സമ്പാദ്യം മുഴുവൻ അടിച്ചുകൊണ്ട് പോയനെ ഇവൻ. അയ്യോ, കണ്ടില്ലേ ഒരു ഉളുപ്പില്ലാതെ നിൽക്കുന്നത്? ദ്രോഹി. പ്രകാശ! വേണ്ടടാ. പ്രകാശേ, വേണ്ട മോനെ, ഇനി തല്ലണ്ട. തല്ലുന്നതാണോ കുറ്റം? കുടുംബക്കാർക്ക് തുല്യമായി അവകാശപ്പെട്ട പണമെല്ലാം ഞങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒറ്റയ്ക്ക് തട്ടിയെടുത്തില്ലേ ഇവൻ? അതും പോരാഞ്ഞ് എന്റെ സ്വന്തം സമ്പാദ്യത്തിൽ കയറി കൈവച്ചിരിക്കവൻ. കൊല്ലണ്ട ഞാനവനെ. അമ്മയുടെ പണം തട്ടുന്നതിന് ഇവന്റെ അച്ഛയുടെ ഒത്താശ ഉണ്ടായിരുന്നു. എടാ, സ്വന്തം ചേട്ടന്റെ പണം മോഷ്ടിക്കുന്നതിനും നിന്റെ ഈ അച്ചി കൂട്ടുണ്ടായിരുന്നോടാ. അനാവശ്യം പറയരുത്. അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ കാര്യങ്ങളെ കിടപ്പുവശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നാടൊട്ടുക്ക് നടന്ന് കട്ടുപിടിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ മകളല്ലേ? ആ പാരമ്പര്യം നിലനിർത്തണമല്ലോ അല്ലേ? മോഷ്ടിക്കാൻ ഭർത്താവിന് കൂട്ടുനിൽക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ ഇവിടെ മോഷ്ടിക്കുകയും ചെയ്യും. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും കൂടി കെട്ടിത്തൂങ്ങി ചത്തുട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.